നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫിൽ വിരുദ്ധ ചേരിയിലാണ് സൗദിയും ഇറാനും. പല കാര്യങ്ങളിലും ഇരു രാജ്യങ്ങളും കൊമ്പുകോർക്കുകയും പതിവാണ്. എന്നാൽ ഇപ്പോൾ ഗൾഫിനെ തന്നെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്ന രഹസ്യ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇറാൻ സൗദിക്ക് നേരെ വളരെ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതായത് ഗൾഫിലെ വൻ ശക്തിയായി പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന സൗദിയെ ആക്രമിക്കാൻ ഇറാൻ നീക്കങ്ങൾ നടത്തുന്നതായാണ് വിവരം. വ്യക്തമായ ലക്ഷ്യങ്ങളോടെയാണ് ഇറാൻ ഇതിന് പദ്ധതി തയ്യാറാക്കുന്നത്. അതായത് ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭം ശക്തമായി തുടരുന്നതിനിടെ ഇതിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ ഇറാൻ സൗദിയെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നു എന്നാണ് സൗദി ഇന്റലിജൻസ് വിഭാഗത്തിന് ലഭിച്ച രഹസ്യ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെ ചെറുക്കാൻ സൗദി കരുക്കൾ നീക്കിക്കഴിഞ്ഞു. ഇക്കാര്യം സൂചിപ്പിച്ച് മിഡിൽ ഈസ്റ്റിലേക്ക് കൂടുതൽ സേനയെ വിന്യസിക്കാൻ യുഎസിനോട് സൗദി ആവശ്യപ്പെട്ടതായാണ് വിവരം. ഇറാന്റെ നീക്കത്തെ ഏറെ ജാഗ്രതയോടെയാണ് സൗദിയും ഗൾഫ് രാജ്യങ്ങളും നോക്കിക്കാണുന്നത്. ഇതിന്റെ തുടർ നടപടികൾ എന്നോണമാണ് പശ്ചിമേഷ്യയിൽ കൂടുതൽ സേനയെ വിന്യസിക്കാൻ യുഎസിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ സൗദി മുന്നോട്ട് വന്നിരിക്കുന്നത്. സൗദിയുടെ മുന്നറിയിപ്പിനെ ഏറെ ഗൗരവപരമായാണ് യുഎസ് കാണുന്നത്. സൗദി ഇന്റലിജൻസിന്റെ വിവരപ്രകാരം ഇറാന് ശക്തമായ താക്കീത് മുന്നറിയിപ്പുമാണ് അമേരിക്ക തിരിച്ചു നൽകുന്നത്. പ്രകോപനമുണ്ടാക്കിയാൽ പ്രതികരിക്കാൻ മടിക്കില്ലെന്നാണ് യുഎസിന്റെ പ്രതികരണം. തങ്ങളുമായി നയതന്ത്ര ബന്ധത്തിലുള്ള രാജ്യങ്ങൾക്ക് മേൽ കടന്നുകയറ്റമുണ്ടായാൽ അതിനെ ഏത് വിധേനയും പ്രതിരോധിക്കുമെന്നാണ് യുഎസ് വൃത്തങ്ങൾ പ്രതികരിച്ചത്. ഇതിനായി ആവശ്യമെങ്കിൽ കൂടുതൽ സേനയെ അടക്കം വിന്യസിക്കാൻ തയ്യാറാകും. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ റഷ്യയ്ക്ക് ആവശ്യമായ ഡ്രോൺ അടക്കമുള്ള യുദ്ധ സജ്ജീകരണങ്ങൾ നൽകിയത് ഇറാനായിരുന്നു. ഇതിനെ തുടർന്ന് ഇറാനുമായുള്ള ആണവ കരാർ പുനരുജ്ജീവിപ്പിക്കാനുള്ള നീക്കങ്ങളടക്കം യുഎസ് അവസാനിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെ റഷ്യൻ എണ്ണ വിപണിക്ക് പ്രഹരമേൽപ്പിക്കാൻ അമേരിക്കയുടെ അഭ്യർത്ഥന പ്രകാരം സൗദി അറേബ്യ എണ്ണോത്പാദനം വർദ്ധിപ്പിച്ചിരുന്നു. ഇറാൻ മധ്യപൗരസ്ത്യ മേഖലയിൽ ഉയർത്തുന്ന ഭീഷണിക്കെതിരെ ഒരുമിച്ച് നീങ്ങാൻ തീരുമാനിച്ച അമേരിക്കയും അറബ് ഗൾഫ് രാജ്യങ്ങളും പങ്കെടുത്ത ജിദ്ദ ഉച്ചകോടിയിലും തീരുമാനമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് യുഎസുമായി നയതന്ത്ര ബന്ധത്തിലുള്ള രാജ്യമായ സൗദിയെ ആക്രമിക്കാൻ ഇറാൻ പദ്ധതിയിടുന്നതായുള്ള വിവരം പുറത്തു വരുന്നത്. അതേസമയം സെപ്റ്റംബർ 16 ശരിയായി ഹിജാബ് ധരിച്ചില്ലെന്ന് ആരോപിച്ച മത പോലീസ് ക്രൂരമായി മർദ്ദിച്ചു കൊന്ന 22 വയസ്സുകാരി മഹ്സ അമിനിയുടെ മരണത്തിന് പിന്നാലെ രാജ്യത്തെ പൗരോഹിത്യത്തെ വരെ ചോദ്യം ചെയ്തുകൊണ്ട് ഉയർന്ന പ്രക്ഷോഭങ്ങൾ 2ാം മാസത്തിലേക്ക് കടക്കുകയാണ്. ഇതിനാൽ ഈ പ്രതിസന്ധിയെ അടിച്ചമർത്താനാണ് ഇറാൻ ഭരണകൂടം ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. പ്രക്ഷോഭത്തിനെ തുടർന്ന് ഏതാണ്ട് 1000 പേരോളം പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇവരെ പരസ്യ വിചാരണ ചെയ്യാൻ സർക്കാർ ഒരുങ്ങുകയാണെന്ന റിപ്പോർട്ടുകൾ പറയുന്നു. പ്രക്ഷോഭത്തിനിടെ നിരവധി സൈനികരും പോലീസുകാരും കൊല്ലപ്പെട്ടിരുന്നു. ഇതിൽ എത്രയോ ഇരട്ടി പ്രക്ഷോഭകരെയും പോലീസും സൈന്യവും വെടിവെച്ച് കൊല്ലുകയും ചെയ്തിരുന്നു. എന്നാൽ സൈനികരെ വധിക്കുകയും പൊതുമുതൽ തീയിട്ട് നശിപ്പിക്കുകയും ചെയ്ത് പ്രക്ഷോഭകരെ പരസ്യ വിചാരണ ചെയ്യുമെന്ന് ചീഫ് ജസ്റ്റിസ് അറിയിച്ചതായി തസ്നീം വാർത്താ ഏജൻസി അറിയിച്ചു. പ്രക്ഷോഭം 6 ആഴ്ച പിന്നിടുമ്പോഴാണ് പരസ്യ വിചാരണയുമായി സർക്കാർ രംഗത്തെത്തുന്നത്. പ്രക്ഷോഭം നിയന്ത്രിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് മാത്രമല്ല, സർക്കാർ നടപടികളാണ് പ്രക്ഷോഭം ഇത്രയും രൂക്ഷമാക്കിയതെന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഈ ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനാണ് ഇറാൻ സൗദിയെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.